ദിവാകരൻ, ദിവാകര, ഗുരു ഗുരു ദാദാ തിരിച്ചു വന്നു. കോടതി കൂട്ടിൽ എനിക്ക് നേരെ ചൂണ്ടിയ നിന്റെയൊക്കെ കൈവെട്ടാൻ സാക്ഷി പട്ടികളെ എവിടാ നിന്റെയൊക്കെ മറ്റവൻ? പറയടാ, എവിടെ ഉണ്ടവൻ? എനിക്കറിയില്ല. നിനക്കറിയാം. നിന്റെ അവനോട് പോയി പറഞ്ഞേക്ക് ഗുരുദാദ തിരിച്ചു വന്നെന്ന്. ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. 16 ആയുസുണ്ടെങ്കിലും 16 ദിവസത്തെ പരോളിൽ ഗുരു അവനെ അരിഞ്ഞു വീഴ്ത്തിയിരിക്കും. അവന്റെ കുടുംബം ഞാൻ കത്തിച്ച് ചാമ്പലാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അതനുസരിച്ച് നിങ്ങളുടെ നേതാവ് ദിവാകരനെ തന്നെ സ്ഥാനാർത്ഥിയായി തന്നിരിക്കുന്നു. ഭാഗ്യം, കുട്ടി രക്ഷപ്പെട്ടു. ടയർ പുതിയതാണോ? മിസ്റ്റർ വിഷ്ണു, നിങ്ങൾക്കറിയില്ല. ക്യാമറയിലൂടെ നിങ്ങളെ കാണുമ്പോ എന്തൊരു പേഴ്സണാലിറ്റി. വല്ല സിനിമയിലും കയറി പറ്റാൻ നോക്ക്, സൂപ്പർ സ്റ്റാർ ആവും. സൂപ്പർ വാങ്ങണ്ട, സ്റ്റാർ വാങ്ങണ്ട. ഇതിന്റെ കാശ് കിട്ടണമെങ്കിൽ വാടക കുടിച്ച് തീർക്കായിരുന്നു. കാശ് ഞാൻ നാളെ തന്നെ എത്തിച്ചു തരാം. പോകാൻ കാർ റെഡിയാണ്. അപ്പോ ഈ കോട്ടും സൂട്ടൊക്കെ ഞാനെ കൊണ്ടുപോവാം. ഇത് വിറ്റെങ്കിലും വാടക തീർക്കാമല്ലോ. നോക്കാം. അങ്ങനെ ഒരു അട്ടകാശം വിളിക്കുന്ന വെച്ച് ഇതെല്ലാം കൂടെ കെട്ടിപ്പെറുക്കി വല്ലയിടത്തും പോയി ഒളിച്ചു താമസിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. നമുക്കൊരു പ്രതിഷേധ യോഗം കൂടിയാലോ? നിങ്ങൾ എന്താണ് പറയുന്നത്? പ്രതിഷേധ യോഗമോ? പ്രതിഷേധം യോഗങ്ങളിൽ മാത്രം പോരാ. പ്രതിഷേധിക്കാനുള്ള മനസ്സും കരുത്തും ഉണ്ടായിരുന്നെങ്കിൽ അബുവിനെ തല്ലിച്ചതച്ചപ്പോ ഒറ്റ കെട്ടായി അവനെ അവിടെ അടിച്ചിടാമായിരുന്നു. ആരെ അടിക്കാനും പോണ്ട, പിടിക്കാനും പോണ്ട. അന്നേ ഞാൻ പറഞ്ഞല്ലേ ഇതിലൊന്നും പോയി തലയിടരുതെന്ന്. നീയൊന്നും മിണ്ടാതിരിക്കേ. നിന്നെപ്പോലെ അമ്മയുടെ മാനം കാക്കാനാ ഞാൻ സാക്ഷിക്കൂട്ട് കയറുന്നത്. അതൊരു തെറ്റല്ല. അതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നവുമല്ല. നിങ്ങൾക്കത് പറയാം, എനിക്ക് പ്രശ്നമാ. ദേ, ഇവളുടെ മുഖം കണ്ടോ നിങ്ങള്? എന്നാ നിങ്ങൾ ചെല്ലേ. അബുവിന്റെ കൂടെ ആശുപത്രിയിൽ ഇരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഞങ്ങൾ അങ്ങോട്ടാ. അതെ, വഴക്കിനും ബഹളത്തിനും ഒന്നും പോകരുത്. ഇലക്ഷൻ തീരുന്നവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നു. അച്ഛനെ എന്തെങ്കിലും ചെയ്യോ അവര്? അയ്യേ, അച്ഛനെ ആരും ഒന്നും ചെയ്യൂല മോളെ. മന്നവൻ വന്നാനടി തോഴി. എന്താണ് സാർ മുഖത്തിനൊരു വാട്ടം? അമ്മയുടെ കത്ത് വന്നു. വീട്ടിലാകെ പ്രശ്നമാണ്. വീട് ജപ്തി ചെയ്യുന്നാ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ആ പരസ്യചിത്രക്കാര് കാശും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവന്മാരും കാണുന്നില്ല. നീ വിഷമിക്കാതെ, ഇന്നുകൊണ്ട് നീ ഒരു നടനാകും. അപ്പൊ സാമ്പത്തിക പ്രശ്നവും തീരും. TV സീരിയൽ അല്ലേ? എന്താ പിടിച്ചില്ലേ? കാശ് പോലും കിട്ടുകയാണെങ്കിൽ അമ്മയ്ക്ക് അയച്ചോട്. പാവം അമ്മച്ചി. ഒരു പടന്റെ വേഷമാണെന്ന് മന്നവൻ പറഞ്ഞു. പഠനം? പിന്നെ അല്ലാതെ ഹീറോ ആയിട്ട് അവര് വേറെ ആമ്പിള്ളേരെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ്. നമ്മുടെ മന്നവന്റെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ വേണ്ടി ഇവൻ റെക്കമെൻഡ് ചെയ്തോണ്ട് നിന്നെ ഒരു പഠനെങ്കിലും ആക്കും തീർച്ച. അല്ലല്ല, നല്ല വേഷം അങ്ങനെ പറഞ്ഞത്. വേഷം നല്ലതായിരിക്കും. കാലറ്റം വരെ നീണ്ടു കിടക്കുന്ന ചെവല കോട്ടും, കയ്യില് കസവും, തലേ തലപ്പാവും, തോളി കിന്നരി, പാല് പോലെ നീണ്ടു കിടക്കും.
മുട്ടിടിച്ച് വീഴുമെന്ന് പേടിക്കണ്ട, കൈ കുന്തം കാണും. ഒന്ന് ബലമായി കുത്തിപ്പിടിച്ച് നിന്നാ മതി, ഒരക്ഷരം മിണ്ടാതെ. സംഭാഷണം ഉണ്ടെങ്കിലല്ലേ മിണ്ടേണ്ട കാര്യമുള്ളൂ. അങ്കിള അമ്മ പറഞ്ഞു താഴത്തേക്ക് ഇറങ്ങുമ്പോ വാടകം കൊണ്ട് ഇറങ്ങാവൂന്ന്. അങ്കിൾ താഴോട്ട് ഇറങ്ങില്ല എന്ന് പറ. അല്ലേ വേണ്ട, അങ്കിൾ ഇവിടെ ഇല്ലാന്ന് പറ. വാടക കൊടുത്തില്ലേ ഹരി? ഒന്നിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ. നിന്റെ എന്റെ ഞാൻ എടുക്കാം. ഇവന് വരുമാനം ഉണ്ടല്ലോ, തരട്ടെ. അതെ, രണ്ടുപേർക്ക് താമസിക്കാനുള്ളതാണ് ഈ മുറി. അതാണ് 2 കട്ടിൽ. ആ 2 കട്ടിലിൽ കിടക്കുന്നവർ വാടക കൊടുക്കണം. ഞാൻ ഇത്തിക്കണ്ണി, അഗതി, പിച്ചക്കാരൻ, തറയിൽ കിടക്കുന്നവൻ. തറവാടകയായിട്ട് ചില്ലറ വല്ലതും തരാം. സൊമാലിയ കേസ്. ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ജനിക്കണം, ഒന്നും അറിയണ്ടല്ലോ. ഇന്ന് വാടക കൊടുക്കണം. ഇന്നേ വാടക കൊടുക്കണോന്ന് കേട്ടു. ഇന്ന് നീ കൊടുക്ക, ഞാൻ തരാം. നിന്നാണ് ഞാൻ തരാം. എനിക്ക് സ്വന്തക്കാരും ഇല്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് കള്ളയാണേട്ടത്. നീ ക്ഷമി. ഏയ് വിഷ്ണു വിഷ്ണു അവിടെ വന്നേ. പൊന്നു രാമ ചേച്ചി, ഒരു നല്ല കാര്യത്തിന് പോകേണ്ട ദിവസമാ. നല്ല കാര്യത്തിന് പോകുന്നോ? എന്റെ വാടക തന്നിച്ച് നല്ല കാര്യത്തിന് പോയാ മതി. ഹോ, ചില നേരത്ത് ചേച്ചിയുടെ സ്വഭാവം കണ്ട ഒരു ഭയങ്കരയാണെന്ന് തോന്നും. പഞ്ചപാവാണെന്ന് എന്നെ പോലുള്ളവർക്കല്ലേ അറിയൂ. എനിക്കിപ്പോ ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, വാടക എന്ന് കിട്ടണം. ഇങ്ങനെ കാലത്തെ കണ്ണിച്ചോരല്ലാതെ സംസാരിക്കരുത് ചേച്ചി. ഇന്ന് എന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമാ. അമ്മേ അങ്കിൾ ഇന്ന് അഭിനയിക്കാൻ പോവാ. ഇന്നായിട്ട് എന്തോന്ന് അഭിനയിക്കാനാ? ഇവൻ എന്നും അഭിനയം തന്നെയല്ലേ? എന്റെ മനസ്സിപ്പം വേദനിപ്പിക്കരുത് ചേച്ചി. ഞാൻ ആ കഥാപാത്രത്തെ ഇങ്ങനെ ഉള്ളിലിട്ട് ഉരുക്കി ഉരുക്കി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒന്ന് കുളിക്കണം, പോണം, അഭിനയിച്ചിട്ട് കൊടുക്കണം, ഉള്ള കാശിഞ്ഞ് വാങ്ങിക്കണം, തിരിച്ചു വരണം, ചേച്ചിയുടെ വാടക എങ്ങനെ തരണം. അതെ അതെ. വിഷ്ണു, ഇതുപോലെ തന്നെ അവിടെ പോയി അഭിനയിക്കണം. ചേട്ടാ, ഒരു വിധം ഞാൻ ഒതുക്കിയെടുത്തു. ഒരുമാതിരി ട്രേഡ് യൂണിയൻ കലക്കല്ലേ. പേപ്പട്ടിയെ തുറന്നു വിട്ടു സർക്കാര്. നാട്ടുകാര് തല്ലിക്കൊല്ലുന്നതിന് മുമ്പേ ഞാൻ അവനെ തട്ടും. അച്ചായ, ഞാൻ അവനെ തട്ടുവിടാ ജെയിംസ് കുട്ടി. അച്ചായൻ ആരെ വേണേ തട്ടിക്കോ. ഉം. ഗ്ലാസ് തട്ടിയിട്ട് ഉടക്കരുത്. ഓണർ എന്നെ ഇവിടുന്ന് തട്ടും, ഞാൻ പട്ടിണിയായി പോവും. എന്റെ അന്നമ്മയെ നശിപ്പിച്ചവനെ അവൻ. ആരാ, പഴയ പേപ്പട്ടിയോ? അല്ലടാ, ദാദാ, പട്ടി ദാദാ, പേപ്പട്ടി ദാദാ. കുത്തി മലത്തും ഞാൻ അവനെ. കർത്താവേ, കത്തി മടക്കച്ചായ, കത്തി മടക്കച്ചായ. എന്റെ പൊന്നച്ചായ, വെള്ളം അടിച്ചോണ്ട് ഇതൊന്നും ഇടുപ്പിത്തിരികെ നടക്കല്ലേ. പലയിടത്തും മറിഞ്ഞു വീണാ ഇതങ്ങ് കേറും. പിന്നെ കീറി പുറത്തെടുത്തിട്ട് വേണം മറ്റവനെ കേറ്റാൻ. ജെയിംസ് കുട്ടി, ഓ, കൊണ്ടുവാ ആരെ? ഒരു 100 കുഴി. ഇത് പോരെ? പോരാ, ഇന്ന് ഞാൻ അവനെ കുത്തി മലത്തും. മലത്താനുള്ളതായില്ലേ? ഇപ്പൊ തന്നെ ആ ദാദ അടുത്ത് വന്ന് അച്ചായന്റെ കൈ കത്തിയോടെ പിടിച്ച് അവന്റെ വയറിനോട് ചേർത്ത് വെച്ച് അവൻ തള്ളിയാലേ കേറും. അതാ പരുവം. അല്ല, ഒഴിക്കണമെങ്കിൽ ഞാൻ ഒഴിച്ചു തരാം. ഒഴിപ്പാണല്ലോ നമ്മുടെ ജ്വാലി. അയ്യോ, ദാദയല്ല, നടൻ വിഷ്ണു, എന്റെ ഫ്രണ്ടാ. നിന്റെ കൂട്ടുകാരനാണെങ്കിൽ അവനോട് ഒഴി 100. ഓഹോ, തൊല്ലയാണ് ആശാനെ. അളയാ, സംവിധാനത്തിനെ കണ്ടോ? കണ്ടു, സംസാരിച്ചു, എല്ലാം ഫിക്സ് ചെയ്തു. നടനായിട്ടാണോ പടനായിട്ടാണോ? കുന്തം. അയ്യേ, നടൻ, മെയിൻ നടൻ, ഹീറോ. പാട്ടൊക്കെ ഉണ്ട്. കിള്ളി വീത്തട്ടാ.